നമസ്കാരം സാർ. സന്തോഷം. സാർ, മുരളീധരൻ കൊല്ലത്ത് എന്ന പേര് ഒരു കവി എന്ന നിലയിൽ കേരളത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി. അദ്ദേഹം പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ താങ്കളുടെ ആ ഒരു സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തെ പ്രത്യേകം നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു കവി അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, സാഹിത്യകാരൻ എന്ന മേഖലകൾക്കൊക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കും തീർച്ചയായും താങ്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശേഷണം കുഞ്ഞുണ്ണി മാഷിൻ്റെ ശിഷ്യൻ എന്നത് തന്നെയാകാം അല്ലേ? അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുക അത് വലിയൊരു ഭാഗ്യമാണ്. എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷിക വേളയിൽ? തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി മാഷില്ലാത്ത ഒരു ദുഃഖം അത് ഇന്ന് ശരിക്കും മലയാളി അനുഭവിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ പക്ഷേ ഭാഷേൻ്റെ വേഷം ശേഷക്രിയയ്ക്ക് അത് മതി എന്ന് എഴുതാൻ കഴിയാത്ത ദുഃഖം എൻ ഗുരുനാഥനെ കരയിച്ചിരിക്കുമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെ, അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മളെ വീട്ടിലുള്ള ഒരാൾ, ഒരു അധ്യാപകൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു വീട്ടിലുള്ള ഒരാൾ എങ്ങനെ നമ്മൾ പെരുമാറുന്നു, ശാസിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെവി പിടിച്ചിട്ടിരിക്കുക. ചെവി അതാണ് അടിക്കല്ല, ചെവി പിടിച്ചാൽ തിരിക്കും. കുറേ നേരം തിരിക്കും, കുറച്ചു നേരമല്ല. കണ്ണ് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പിടി വിടും. അത്തരത്തിലുള്ള ഒരു ശിക്ഷണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതെ, പഠിപ്പിക്കുന്ന സമയത്ത് സരസമായിട്ടാണ് ക്ലാസ് എടുക്കുക. ആ വരുന്നത് ആന, ഈ വരുന്നത് ഈച്ച, ആനയും ഈച്ചയും അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, ആന താഴെ പോയി, ഈച്ച മേലെ പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റൈലാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അതെ അതെ. പിന്നെ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് നോക്കാറുണ്ട്. ആ മൂക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ മൂക്ക് കുറച്ച് നീളം കൂടിയതാണ്. അതെ. അപ്പോൾ സാധാരണഗതിയിൽ മൂക്ക് നീളം കൂടി കഴിഞ്ഞാൽ എളുപ്പം എന്താ വെച്ചാൽ പൊടി വലിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട കൈ ഇവിടെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മളിതിപ്പം പറയുമ്പോൾ നമുക്ക് അതിൽ ആ എന്താ പറയുക, അതിലെ ഒരു സരസമായ ഒരു ഭാഷ്യം അടങ്ങിയിരിക്കുന്നത്. അതാണ് മാഷ്. അതെ. സാറ് മാഷിനെ പരിചയപ്പെട്ടു തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തിലാണ്. 70-കൾ 80-കളുടെ അടുത്ത് ആ ഒരു കാലഘട്ടത്തിലാവാം. തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിൽ സാഹിത്യ മേഖലയിൽ ധാരാളം പ്രതിഭകൾ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് പേരില്ലേ, കവിതയുടെ കാര്യത്തിലാണെങ്കിലും കവിതയുടെ കാര്യത്തിൽ, നോവലിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ നാടകത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ജനപ്രീതിയുടെ കാര്യത്തിലും വളരെ മുൻപന്തിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി കുഞ്ഞുണ്ണി മാഷ് എന്ന കവിയെ കൂടുതൽ ആരാധിക്കാൻ, അദ്ദേഹത്തിന് ശിഷ്യപ്പെടാൻ എന്താണ് അദ്ദേഹത്തിന് വ്യത്യസ്തനാക്കി താങ്കൾ കാണുന്നത്? മാഷ വാക്കുകൾ പലർക്കും മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതെ, അത് പക്ഷേ അതൊക്കെ തന്നെയാവും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അതെങ്ങനെ? ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട്. ഒന്നായാൽ നന്നായി എന്ന ഒറ്റ വലിയൊരു തത്വശാസ്ത്രം നമ്മളെ മുന്നിലേക്ക് എറിഞ്ഞു തന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നത് പൊക്കം മാത്രമാണ്. അതെ, അത് പൊക്കമായി സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു കറുത്ത വട്ടക്കട, കുറ്റിത്താടി, മുട്ടോളം ഉള്ള ഒരു മുണ്ട്, തോളൊരു സഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെറിയ കൊച്ചുകുട്ടിക്കും ഏത് മലയാളിക്കും മനസ്സിലാകും ഇത് കുഞ്ഞുണ്ണി മാഷാണ്. അതാണ് പുള്ളിക്കാരൻ്റെ ഐഡന്റിറ്റി. അതെ അതെ. പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. തീർച്ചയായും അദ്ദേഹം ഒരുപാട് പ്രകൃതിയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കവിതകളിൽ എപ്പോഴും ഒരു സ്നേഹം, ഒരു നന്മ, ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അതൊരു നിഷ്കളങ്കത. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അമ്മ അതിനെ കുറെ മുമ്പ് തന്നെ മരിച്ച, അതുകൊണ്ട് തന്നെ അമ്മ സ്വാധീനം ചെലുത്തിയിരുന്നു ജീവിതത്തിൽ. ഒരു പ്രാവശ്യം എഴുതി കൂടിക്കുന്ന അമ്മി എന്നാൽ അരകല്ല് എന്ന് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു. പിന്നെ ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ പെട്ടെന്ന് തോന്നി അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല്. അങ്ങനെ ഒരു 2 വാക്ക്, അമ്മി എന്നാൽ അരകല്ല്, അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല്. അത് വളരെ എന്താ പറയുക, വളരെയധികം ഇഷ്ടമായിരുന്നു വരി പിന്നീട് അദ്ദേഹത്തിന്. ഓ, അത് ശരി. അത് തന്നെയാണ് ഭാഷയെ സംബന്ധിച്ച ഒരു ബന്ധം അല്ലേ? ഭാഷ അദ്ദേഹം മുലപ്പാലിനോടാണ് ഉപമിച്ചിരുന്നത്. കാരണം മുലപ്പാൽ എന്ന് പറയുമ്പോൾ അത് മുലപ്പാലിലൂടെ പകർന്നു കിട്ടുന്ന ഒരു ജീവിതമാണ്, ജീവനാണ്. അത് ഒരു തലമുറ പകർന്നു കൊടുക്കുന്ന സംസ്കൃതിയാണ്, വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന സംസ്കൃതിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ രൂപമായിരുന്നു അദ്ദേഹം ഭാഷയെപ്പറ്റി പ്രയോഗിച്ചിരുന്നത്. അത്രയേറെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു ഭാഷ. വളരെ കരുതലോടെയായിരുന്നു അദ്ദേഹം ഭാഷ കൈകാര്യം ചെയ്തിരുന്നത് അല്ലേ? ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുഗ്രഹം ഒരുപക്ഷെ ഭാഷയെ കുറിച്ച് എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവുക. ഞാനൊരു CD ഇറക്കിയിരുന്നു. അത് മാതാവിദ്യരിക്കാൻ ആദ്യം കൊടുത്തത്. ആ CD-യിൽ അമ്മിഞ്ഞപ്പാലും മലയാള ഭാഷയും കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മിഞ്ഞപ്പാലിൻ്റെ ഗന്ധത്തിൽ ബന്ധങ്ങളഴിയാതെ ആഴത്തിൽ ചെന്നു നിൽപ്പൂ, അമ്മയൊന്നറിയാതെ പാൽ തുള്ളി നുകരുവാൻ കഴിയാത്തതൊന്നേ മനുഷ്യജന്മം, കഴിയാത്തതൊന്നേ മനുഷ്യജന്മം. അങ്ങനെ പോയിട്ട് അവസാനം അത് മലയാളത്തിൻ്റെ മധുഗാനമെപ്പോഴും ഒരു കോടിയാവട്ടെ ജീവിതത്തിൽ,
അത് പല കോടി ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും അമ്മിഞ്ഞ പാലിൻ രുചി തന്നെയാവട്ടെ മലയാള മക്കൾ തൻ മാതൃഭാഷ. ഇതെന്നെ കൊണ്ട് എഴുതിച്ച അദ്ദേഹം തന്നെയാണ്. ഈശ്വരാധീനം, മാതാപിതാക്കളുടെ അനുഗ്രഹം, അതിലുപരി ഗുരുനാഥൻ. അത് ശരി. ഗുരുനാഥനൊക്കെ വളരെ സ്വാധീനിക്കില്ലേ? അതെ, തീർച്ചയായും. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥനാണ്. അതും ദൈവത്തിന് മുമ്പ്. മാതാപിതാ ഗുരു ദൈവം, അങ്ങനെയാണല്ലോ. ദൈവത്തിന് മുമ്പാണല്ലോ ഗുരുനാഥൻ. അരങ്ങൊഴിഞ്ഞു ഗുരു അഭിമാനമാണു ഗുരു, അറിവിൻ അക്ഷരരഥവും തന്ന് അജ്ഞത മാറ്റി ഗുരു, അജ്ഞത മാറ്റി ഗുരു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ എഴുത്ത് പോയിരിക്കുന്നത്. ഈ ഭാഷ ഇത്രയേറെ സ്നേഹിച്ച കുഞ്ഞുണ്ണി മാഷൻ ജീവിച്ചിരുന്നെങ്കിൽ പക്ഷേ ഇന്നത്തെ തലമുറയുടെ ഭാഷ കേട്ട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഇന്നത്തെ തലമുറയുടെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ പഴയ ഗാനങ്ങളും. അതെ. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും ആദ്യം പ്രതികരിക്കുക. അതെ. പാട്ടുണ്ടെങ്കിൽ അതിന് ചുട്ട മറുപടി കിട്ടുമായിരുന്നു. അതെ, സരസമായിട്ട് ചെറിയ വാക്കുകളെ കൊണ്ട്. അതെ, ചെവിക്ക് പിടിക്കുമായിരുന്നു. ചെവിക്ക് പിടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലർക്കും മുറിവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതെ അതെ അതെ, അതാണ് മാഷ്. ഈ കവിതകൾ എഴുതിയതൊക്കെ മാഷ് കാണിക്കാൻ ഇടവന്നുണ്ടോ? അത് വളരെ വൈകിപ്പോയി. കാരണം ഞാൻ ഒരുപാട് കവിതകൾ ഒരുപാട് ആൾക്കാർക്ക് സമർപ്പിച്ചിരുന്നു. പക്ഷേ മാഷ് മരിക്കുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പാണ് എനിക്ക് അത് മാഷ്ക്ക് അത് സമർപ്പിക്കാൻ കഴിഞ്ഞത്. മാഷ്ക്ക് സമർപ്പിക്കുന്ന മുമ്പായിട്ട് ഞാൻ വാക്കിൻ്റെ അറ്റം കൂർപ്പിച്ചെന്നും ചേർക്കുമുറിച്ചം കൂറ്റം എന്ന് എഴുതി അവസാനം. അപ്പോൾ അത് മൂപ്പരോട് ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, വാക്കിൻ്റെ അറ്റം കൂർപ്പിക്കും എന്ന് വേണ്ട, ചേർക്കും എന്ന് വേണ്ട, ചേർത്തിടും എന്നാക്കൂട്ടുവോ, ചേർത്തിടും എന്നാക്കൂ. എന്നിട്ട് ഞാൻ സമർപ്പിച്ചു. വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. മരിക്കുന്ന ആ ദിവസം ഞാൻ പരപ്പനങ്ങാടി ഒരു കവിയരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. മാഷ് ഇതേ കവിത ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മരണാവസ്ഥ അറിയുന്നത്. അങ്ങനെ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ശരി. മാഷിൻ്റെ ഒരു പ്രകൃതിയോടുള്ളൊരു സ്നേഹം, ആ ഒരു കാഴ്ചപ്പാട്, അതൊരു വളരെ വലിയൊരു കാഴ്ചപ്പാടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായി ഓർക്കുന്നു, ഈ ഉള്ള ഭൂമിയിൽ നിന്നുകൊണ്ട് ഇല്ലാത്ത ആകാശം കാണുന്നത് പതിവാണ് എനിക്കിപ്പോഴും ഈ വയസ്സുകാലത്തും. കാരണം ഈ ഇല്ലാത്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ഉള്ള ആകാശം കാണുമ്പോൾ അത് വളരെ സുന്ദരമാണ്, വളരെ ശുദ്ധമാണെന്ന് അദ്ദേഹം പറയണ്ടായി. കാരണം അത് വളരെ വലിയൊരു കാഴ്ചയാണ്. കാരണം ഈ ഇലച്ചാർത്തുകൾ ഇങ്ങനെ ഇളകിയാടുമ്പോൾ അതിനിടയിലൂടെ ഈ ആകാശം കാണുന്നത് വളരെ ഭംഗിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കഴിയുന്നത് ഞെങ്ങി ചെരുങ്ങി വളരെ ഉയരുന്ന ഫ്ലാറ്റുകൾക്കിടയിലെ ചതുര വടിവത്ത ആകാശം, ചെറിയ ആകാശം കാണാനാണ് നമ്മുടെ തലമുറയുടെ വിധി. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകൃതിയെ പറ്റിയുള്ള കാഴ്ചപ്പാട് എങ്ങനെ കാണുന്നു? അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് എഴുതാൻ സഹായിക്കുന്നില്ലല്ലോ. അതെ അതെ. ഒരുപക്ഷെ ഈ ഇതുകൊണ്ടാവില്ല, ഒരു പക്ഷേ ചെടികളെ ഇല്ലാഞ്ഞിട്ടോ ചെടികളെ കാണാഞ്ഞിട്ടോ ഒന്നും ആവില്ല. ഒരു പക്ഷേ അതൊക്കെ കാണാൻ പറ്റുന്നതാവും. പക്ഷേ എന്താ സംഭവിച്ചാൽ എഴുതുന്നില്ല എന്നാണ് സത്യം. അത് ശരി, എഴുതുന്നില്ല എന്നാണ് സത്യം. എന്തിനേറെ പറയുന്നു, സ്നേഹത്തെക്കുറിച്ച് എഴുതുന്നുണ്ടാണെങ്കിലും വൃദ്ധസ്ഥാനം പെരുകി വരികയല്ലേ വൃദ്ധസ്ഥാനം. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സ്നേഹമുണ്ടോ, വാത്സല്യമുണ്ടോ? ഇനി അഥവാ ഈ ഭാഷയെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പം ഭാഷയെ കുറിച്ച് ഒരാളിപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഭാഷയെ കുറിച്ചിട്ടുള്ള ഒരു കവിത, അത് ആദ്യം ചെയ്യേണ്ടത് ആരാ? ഭാഷയെ സ്നേഹിക്കുന്നവരന്നെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവർ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി അവരൊക്കെ തന്നെ അത് വേറെ എന്തൊക്കെയോ ഒരു പണ്ടത്തിന്റെ ഭാഗമാണ് എന്ന് വിചാരിച്ച് മാറ്റിവെക്കുക. പണ്ടത്തിന്റെ ഭാഗമായിരുന്നു ഒരു പക്ഷേ ഈ മുലപ്പാലും ഭാഷയും അല്ലെങ്കിൽ ഭാഷയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തെ കുറിച്ചോ മതത്തെ കുറിച്ചോ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ, അതാണ് മാറ്റം. അപ്പൊ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഇതിൽ പ്രതികളായി വരുന്നത്. പഴയ ആൾക്കാരും കുഞ്ഞുണ്ണി മാഷയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതിന് വിവാദം സൃഷ്ടിക്കുകയാണ്. എനിക്ക് വേറെ അനുഭവം അടുത്ത കാലത്തുണ്ടായി. ഞാൻ ചില്ല എന്ന സംസ്കാരി മാസിക ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ എഡിറ്റർ ഇളയടത്ത് വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു പക്ഷേ അറിഞ്ഞിരിക്കും. ഇദ്ദേഹം ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ചെക്കും ബുക്കും വാങ്ങാൻ പോയ സമയത്ത് എനിക്ക് എന്നോട് പറഞ്ഞു, മുരളിനെ കുറിച്ചൊരു കംപ്ലയിൻ്റ് ഉണ്ട് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുരളി എഴുതുന്നതൊന്നും മുരളി അല്ല എഴുതുന്നത്, വേറെ ആരും എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. രാത്രിയാകുമ്പം എനിക്കൊരു ഫോൺ, ഈ രാത്രി കാലങ്ങൾ കുറുക്കാന്ന് പോയിരുന്നില്ലേ, അതേമാതിരി മുരളി കണക്കാക്കിയാൽ മതി. മുരളിക്ക് ശത്രുക്കളൊക്കെ ഉള്ളത് അവിടെ, എനിക്കും ഇവിടെ ശത്രുക്കളുണ്ട്. അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ പുള്ളിക്കാരൻ അറിയാൻ സംഭവം. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം മദർ തെരേസിനെ പറ്റി എഴുതാൻ വേണ്ടി പറഞ്ഞു, ഞാൻ അത് എഴുതി കൊടുത്തു. ഇപ്പൊ ഈ കഴിഞ്ഞ മുമ്പത്തെ ലക്കത്തിൽ എന്നോട് പറഞ്ഞു മഹാത്മാഗാന്ധിനെ കുറിച്ച് ഒരു സാധനം വേണമെന്ന് പറഞ്ഞു, അത് എഴുതി കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഐ ഡി കോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, രാത്രിയാണ് വിളിച്ചത്. എന്നിട്ടാണ് ആരാണ് ശത്രുക്കളൊക്കെ വിളിച്ചത്. ഇതാണ് ആൾക്കാർ. ശരി. കുഞ്ഞുണ്ണി മാഷിനുണ്ടായിരുന്ന ചില പകകളുടെ ഒരു തുടർച്ചയാണെന്ന് കരുതാം. കുഞ്ഞുണ്ണി മാഷ്ക്കും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുണ്ണി മാഷ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ആദ്യകാലങ്ങളിലൊക്കെ എന്നെ കളിയാക്കിയ ആൾക്കാർ ഇപ്പൊ സ്നേഹിക്കാൻ തുടങ്ങി, എന്നെ വിളിച്ചുകൂട്ടി കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പൊ സുഖമാണ്. മരിക്കുന്ന മുമ്പേ അദ്ദേഹത്തിന്റെ മാത്രമല്ല മൂപ്പർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ അടുത്തുള്ള ആൾക്കാർ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഞാനൊരു പ്രാവശ്യം ഇതേമാതിരി മറ്റേ ഈ കവിത സമർപ്പിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് മാഷ് എന്നെ അത് വയ്യാതെ കിടക്കുക. ഹൈലൈറ്റ് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് വയ്യാതെ കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത്
മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മുഖത്തേക്ക് ഈ നരച്ച താടി കണ്ട ഇങ്ങനെ മുഖത്തേക്ക് നോക്കി, ഞാൻ നോക്കിയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടല്ലേ ഒരു 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 വിങ്ങി പൊട്ടലാ, ഒരു വിധം കണ്ണിറങ്ങി പോകും. അതെ, അത്രയേറെ സ്നേഹമായിരുന്നു അല്ലേ? ആ വാക്കുകളിലും ആ കവിതകളിലും ഒക്കെ ആ ഒരു സ്നേഹം നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, മനുഷ്യൻ്റെ പല വികാരങ്ങളെപ്പറ്റി, മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമുക്ക് വേണമെങ്കിൽ ദാർശനികൻ എന്ന് വിളിക്കാം അല്ലേ? പല ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ. പക്ഷേ മനുഷ്യ ഒന്നായാൽ നന്നായി എന്ന് പറയുന്നത് തന്നെയാകും ഏറ്റവും വലിയ ദർശനം. അദ്ദേഹത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും നമ്മൾ സമർപ്പിക്കുമ്പോൾ പിന്നെ അദ്ദേഹം ക്രോഡീകരിച്ച് കഴിയുമ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദർശനം അല്ലേ? അതെ, അതായത് പറഞ്ഞു, അത് വലിയ തത്വശാസ്ത്രമല്ലേ? അതെ, അങ്ങനെ അദ്ദേഹത്തെ നമുക്ക് ദാർശനികനെന്ന് കരുതാം. തീർച്ചയായും വിളിക്കാം, യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. എന്നെ സംബന്ധിച്ചോളം എന്നെ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് കുഞ്ഞിന് മാഷ് തന്നെയാണ്. ഞാൻ എവിടെയും പറയാറുണ്ട്, ഏത് ഇന്റർവ്യൂവിലും ഞാൻ പറയാറുണ്ട്. അതെ, പക്ഷേ അത് പറയുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. അങ്ങനെയുണ്ടല്ലോ കുറച്ച് ആൾക്കാർ. പിന്നെ വേറെ ചില യോഗങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിന് മാഷെ ശിഷ്യനാണെന്നും കുഞ്ഞിന് മാഷെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടെന്നും കുഞ്ഞിന് മാഷെ കുറിച്ച് എഴുതി ഞാൻ പാടാറുണ്ടെന്നും അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ചില ആൾക്കാർ, ഒരുപക്ഷെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കാം, അവരും കൂടി പറയാറ് ഞാനും കുഞ്ഞിന് മാഷ ശിഷ്യനായിരുന്നെങ്കിൽ. അങ്ങനെ അപ്പൊ അതൊക്കെ ജീവിതത്തിൽ തന്നെ ഒരു ഭാഗ്യമാണ്. ഇവ ഏഷ്യാനെറ്റും ഈ സുപ്രഭാതത്തിൽ വിളിക്കാനുള്ള കാരണം പക്ഷേ കുഞ്ഞുണ്ണി മാഷ ശിഷ്യനാവണാണ്. അവിടെ മുരളീധരൻ കൊല്ലത്ത് ഒന്നുമല്ല, അതാണ് വ്യത്യാസം. മാതൃത്വം, ആ ഒരു ഭാവം ഒരു പക്ഷേ മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും പവിത്രമായ ഭാവങ്ങളിൽ ഒന്നാണ് എന്ന് കരുതുന്നു. അദ്ദേഹം അതിനെപ്പറ്റി കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതി, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ അമ്മി എന്നല്ല കല്ല്, അമ്മ എന്നാൽ കല്ല് എന്ന സംഭവം മൂപ്പര് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുമാതിരി ഒരുപാട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ സീരിയൽ ഫസ്റ്റ് ഉള്ള കവിത അഴകിൻ പിറന്നാൾ എന്നാ. ഇന്നൻ പിറന്നാളാണ് എന്നമ്മയോടൊത്തോരൂണ്, അതാണെൻ്റെ സ്വപ്നം. ഇന്നൻ പിറന്നാളാണ്, അരിയും തുളസി കതിരുകളും നെറുകയിൽ പേമാരിയാകുമ്പോൾ അറിയാതെ ബാല്യം സ്മൃതിയിൽ. ഇന്നൻ പിറന്നാളാണ്, മധുരമെന്ന ധരത്തിൽ അലിയിച്ചൊരമ്മേ, മുലയിലെ പാലാണമൃത്, അമ്മതൻ മടിയിലെ ചൂടാണഴക്. ഇന്നൻ പിറന്നാളാണ്. ഒരുപക്ഷെ അമ്മയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഈ കവിത ഇഷ്ടമായിരിക്കും. കുഞ്ഞുണ്ണി മാഷും സമൂഹവുമായി അല്ലേ വളരെ വളരെ വലിയ ബന്ധമാണ്. അദ്ദേഹം പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒറ്റ ആയിരുന്നെങ്കിൽ പോലും സാമൂഹ്യ ബന്ധങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ മുൻപത്തിയിലായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊണ്ടൊരു ലോകം, നിനക്കൊണ്ടൊരു ലോകം, പക്ഷെ നമുക്ക് ഇല്ലൊരു ലോകം. അദ്ദേഹത്തിൽ അദ്ദേഹം എല്ലാം ജീവിതത്തിൽ ഓരോ ഒറ്റപ്പെട്ട തുരുത്തുകളായി മനുഷ്യൻ മാറിക്കൊണ്ടിരുന്നതിൽ അദ്ദേഹം വളരെ ദുഃഖിച്ചിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു അതിന്റെ ബന്ധം? പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഭാഷയുടെ വേഷം ശേഷക്രിയയ്ക്ക് അത് മതി എന്ന് എഴുതാൻ കഴിയാത്ത ദുഃഖം എൻ ഗുരുനാഥനെ കരയിച്ചിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നെ കുട്ടികളെ ഇത്രയധികം സ്വാധീനിച്ചൊരു കവി വേറുണ്ടോ? കുഞ്ഞായിട്ടൊരു നിൽക്കാൻ തോന്നിയ കവിയോ എൻ ഗുരുനാഥൻ, കവിതന്നൂരി കവിതയും അറിവും മലയാളത്തിൻ പുണ്യം. മലയാളി മറക്കുകയില്ല മഹാരഥ നേറിയ പൊക്കം, വാക്കിൻ്റെ അറ്റം കൂർപ്പിച്ചെന്നും ചേർത്തിടും ഒരു ചങ്കൂറ്റം. അവിടെയാണ് മാഷ് തിരുത്തി ചേർക്കുമെന്ന് പറഞ്ഞ് ചേർത്തിടും എന്നാക്കിയത് ഈ കവിതയ്ക്കാണ്. അത് ശരി, ഇതാണ് സമർപ്പിച്ച കവിത. ഒന്നായാൽ നന്നായെന്നോതി ഗുരുനാഥൻ, കുഞ്ഞാകാനെന്നു മനവും മോഹിച്ചു. തുളസിച്ചെടിയിൽ ജലമൊഴിച്ചിറനാം തുണിവിഴി ഈശ്വരനാമം ജപിച്ച ഗുരുവര്യ നിരിഞ്ഞ വലപ്പാടിൽ നിന്നെടുത്തു സൂക്ഷിച്ച മണ്ണി നനശ്വരതയിൽ ഒരു ശിശുവായി ഞാൻ. അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുണ്ട് മൂപ്പരെ കുറിച്ച്. അത് ശരി. ഇപ്പം വീട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് ഞാൻ വാരിയിട്ട് അതിൽ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിദ്യാരംഭത്തിന് കുട്ടികളെ കൊണ്ട് ഞാൻ ഹരിശ്രീ എഴുതിച്ചു. ശരി. കുഞ്ഞുണ്ണി മാഷെ പാദസ്പർശയുടെ മണ്ണിൽ കഴിഞ്ഞ വിദ്യാരംഭത്തിൽ കുട്ടികളെ കൊണ്ട് ഞാൻ ഹരിശ്രീ കുറിച്ചു. കുട്ടികളും എല്ലാവരും അക്ഷരം എഴുതി പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ്, അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞ മണ്ണ് തന്നെയാണ് അക്ഷരം എഴുതി പഠിക്കാൻ ഏറ്റവും അനുയോജ്യം. ഒപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു അവിവാഹിതനായാണ് തുടർന്നത്. അതിനെപ്പറ്റി ചില കൗതുകരമായ ചില നിരീക്ഷണങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ജീവിതം പകുത്തു കൊടുക്കാൻ തികഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വേളിയടിക്കാതിരുന്നതെന്നൊക്കെ ചില നിരീക്ഷണങ്ങൾ. അതുപോലെ അവർക്ക് പൗരുഷമില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയാറുണ്ട്.
എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് ദീർഘകാലമായുള്ള പരിചയമുള്ളതുകൊണ്ട് ചോദിക്കുന്നു, എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു നഷ്ടബോധം അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടിയിരുന്നു എന്നൊരു തോന്നൽ കുടുംബ ബന്ധങ്ങൾ? അവര് മറ്റേ മാഷേന്റെ മരുമകള് ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ വളരെ സ്നേഹത്തോടുകൂടിയാണ് നോക്കിയിരുന്നത്. ഈ കുട്ടേട്ടൻ എന്നാണ് വിളിക്കുന്നത്. കുട്ടേട്ടൻ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത്. ഞങ്ങൾ ഈ വീട് മറ്റേ എന്നും ദീപം തെളിയിച്ചിട്ട് ഇതൊരു ശരിക്കും ഒരു ശ്രീകോലുമാരി ഞങ്ങൾ സൂക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ഒരു പ്രാവശ്യം ഇതേമാതിരി മറ്റേ ഒരു ചാനലിൻ്റെ പരിപാടിക്ക് വേണ്ടി അവിടെ പോയ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ കണ്ണിൽ വിളന്ന് അറിയും. കാരണം മാഷ് ഇരിക്കുന്ന ആ ഉമ്മറും അവിടെയുള്ള ആ കസാലയും അവിടുത്തെ ഒരു ശൂന്യത അത് ഏതൊരാളെയും സങ്കടപ്പെടുത്തും. ഭാഷയ്ക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ ഹോമിച്ചൊരു മനുഷ്യൻ. അതെ, ജീവിതത്തിൽ ഒന്നും നേടിയില്ല. അതെ, ഭാഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മാത്രം, മനുഷ്യനക്ക് വേണ്ടിയിട്ട്. അതെ, ഭാഷയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതെ, ആ ഭാഷയാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച മാതിരി ആ ഭാഷയെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് നമ്മൾ സംശയിക്കത്തക്ക രൂപത്തിൽ നിൽക്കുന്നത്. അതെ, അത് താങ്കളെപ്പോലെ ഞങ്ങളും അത് ഉൾക്കൊള്ളുന്നു, നമ്മൾ പ്രേക്ഷകർ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഒരു സംശയം, നമ്മുടെ പുതുതലമുറ ആ ഒരു സ്നേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ? അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം, അദ്ദേഹം നൽകിയ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത, ആ നൈർമല്യമൊക്കെ പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ടോ? പുതിയ തലമുറ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലാതെ നമ്മളാണ് കുറ്റം. പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇന്നത്തെ അധ്യാപകർ ശ്രമിക്കുന്നുണ്ടോ? അതാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മാഷ് വെറൊരു ഓർമ്മയെ മാത്രം മാഷുണ്ടായിരുന്നു എന്ന്, എന്താണ്, ആരാണ് ഈ മാഷ് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ. അതല്ല, ഇതേമാതിരി ഉള്ള പരിപാടിയുടെ കൂടെ മാഷ അനുസ്മരിക്കാനുള്ള ചടങ്ങും കാര്യമൊക്കെ നടത്തുകയാണെങ്കിൽ തലക്കൊല്ലിയ മാഷ എന്നും നിലനിൽക്കും. മാഷിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ, ആ ഒരു ഓർമ്മകളിങ്ങനെ ജ്വലിപ്പിച്ച് നിർത്താൻ തക്ക എന്തെങ്കിലും ഒരു നീക്കം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എനിക്ക് പരമാവധി കിട്ടാവുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെ ഞാൻ മാഷെക്കുറിച്ച് പറയാറുണ്ട്. മാഷ അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാഷ മാത്രമല്ല, മറ്റേ ഞാൻ തുഞ്ചൻപറമ്പിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കവിത ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായിരിക്കാം ഒരു അദൃശ്യ ശക്തി നമ്മുടെ പിന്തുടരുന്നുണ്ടാവാം. അതാണ് തുഞ്ചൻപറമ്പെന്ന് ഒരുങ്ങി തുഞ്ചന നാമം മുഴങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കവിത അവിടെ. കാഞ്ഞിരത്തളിരാണെങ്കിലും നാക്കിൽ കഴിക്കാത്ത നേദ്യമതാകുന്നു, നനയാത്ത പൂഴി മണ്ണിൻ്റെ നടുവിൽ ബാല്യം വിരൽ വരയ്ക്കുന്നു, തുഞ്ചൻ പറമ്പൊന്നൊരുങ്ങി തുഞ്ചന്റെ നാമം മുഴങ്ങി, പിഞ്ചോ മനതൻ നാവിൽ ഹരിശ്രീ പുഞ്ചിരിയായി തളിർത്തു. അപ്പൊ അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അനുഗ്രഹം വേണ്ടതല്ല എഴുതണമെങ്കിൽ. അപ്പൊ ഇവരെല്ലാം നമ്മൾ അനുഗ്രഹിക്കുന്നു ഒരു അദൃശ്യ സാന്നിധ്യമായി ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ മിക്കതും 4 വരി 5 വരി കവിതകൾ. അപ്പൊ അദ്ദേഹത്തെ കവി എന്ന് വിശേഷിപ്പിക്കാമോ? അതിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് കവി തന്നെയാണുള്ളത്, സത്യം തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ ആ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നത്. പിന്നെ മാഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ ഒന്നായാൽ നന്നായി എന്ന് പറയുമ്പം പിന്നെ അതിൽ വേറൊരു വാക്ക് വേണ്ട, വേറൊരു വാക്ക് കൂട്ടിച്ചേർത്താതെ പ്രശ്നം വരാം. എല്ലാ അർത്ഥവും അതിലുണ്ട്. ഇനി വേറെന്ത് കൂട്ടിച്ചേർക്കണം അതില്? അതെ, വേറെ ആരുണ്ടത് പറയാൻ? ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. അതൊക്കെ തന്നെ പ്രശ്നം. താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഒരു അദൃശ്യ ശക്തിയായി മാഷിൻ്റെ അനുഗ്രഹം തങ്ങളോടൊപ്പം. തീർച്ചയായും അതുകൊണ്ട് മാഷിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും അദൃശ്യ ശക്തിയായി തങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ കവിത രചനയിൽ അല്ലെങ്കിൽ സാഹിത്യ ലോകത്ത് സജീവമായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. താങ്കളുടെ ഒരു ധാരാളം കവിതകൾ പല ആളുകളെ പറ്റിയും ഒക്കെ എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഗത്ഭരായ അമൃതാനന്ദമയെ പറ്റി എഴുതിയിട്ടുണ്ട്, അദ്ദേഹം മഹാത്മാഗാന്ധിയെ പറ്റി എഴുതിയിട്ടുണ്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റി എഴുതിയിട്ടുണ്ട്, അല്ലേ, ലീഡർ കെ കരുണാകരനെ പറ്റി എഴുതിയിട്ടുണ്ട്, ചലച്ചിത്ര ലോകത്തെ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ള ആളുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, രവീന്ദ്ര മാഷിനെ പറ്റി എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലരെയും പറ്റി. അതിൽ അമൃതാനന്ദമയെ പറ്റി എഴുതിയൊരു കവിത വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെന്ന് തോന്നുന്നു. നേരിട്ട് സമർപ്പിക്കുകയും ചെയ്തു. അല്ലേ, എന്തായിരുന്നു അത്? അത് മനഃശാന്തി നൽകുന്നൊരമ്മ, ഈ വള്ളിക്കാവിലെ അമ്മ, പൊള്ളും മനസ്സിൻ്റെ ഉള്ളിൽ കുളിരായി നിലകൊണ്ട ദൈവമാണമ്മ, മൃദേശ്വരിയായൊരമ്മ, അനന്തപുരിയിലെ അമ്മ. അതിന് തുടക്കം അങ്ങനെയാണ്. ബാക്കിയുള്ള പരിഗണിക്കുന്ന ഓർമ്മയില്ല. ശരി. അതേപോലെ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയായിരുന്നു ഗോപിയാശനെ പറ്റിയുള്ള കവിത, കലാമണ്ഡലം ഗോപിയാശനെ പറ്റി. കേൾക്കാൻ വളരെ സുഖമുള്ള ഒരു കവിതയായിരുന്നു. ഗോപിയാശാന്റെ കവിത അത് അദ്ദേഹം അവിടെ മറ്റേ കോട്ടകൽ ആര്യവേശാലിൽ ചികിത്സയ്ക്ക് വന്ന സമയത്ത് ഞാൻ സമർപ്പിച്ചു. അതെ,
അല്ല മൂപ്പര് കൂടുതലും ഓർമ്മകൾ എപ്പോഴും സുഖമുള്ളതാണ്. അപ്പോൾ നളന്റെ അതാണ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നരനായിരുന്നിട്ടും നളനായിരുന്നു, നിളയുടെ നിറമായിരുന്നു, നന്മതന്നഴകായിരുന്നു, ചുടുനിണമൊഴുകിയ ധമനിയിലെന്നും ഈശ്വരാധീനം നിറഞ്ഞിരുന്നു, ഈശ്വരാധീനം നിറഞ്ഞിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്ത കുറേ വേഷങ്ങൾ, അർജുനൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കോർത്തിണക്കിയിട്ട് കുറേ വരികളൊക്കെ ഉണ്ട്. അന്ന് ഓർമ്മ കിട്ടില്ല പെട്ടെന്ന്. ഒപ്പം ചില ലളിതഗാനങ്ങൾ അദ്ദേഹം അല്ലേ, ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആകാശവാണിയിലൊക്കെ, കോഴിക്കോട് ആകാശവാണിക്ക് വർഷം ചെയ്തിട്ടുണ്ട്. പ്രേംകുമാർ വടകരയാണ് അത് ട്യൂൺ ചെയ്തിരുന്നത്. കരയാനെനിക്കിനി കണ്ണീരില്ല, കരയുമാ വാത്സല്യമോർമ്മയില്ല, കരളിൻ കയങ്ങളിൽ കനലായിരം കനിവിൻ കവിതയായി. അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മ കിട്ടില്ല വരി. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്.